ഹരേ കൃഷ്ണ. നമുക്കിനി 62ാമത്തെ ശ്ലോകം നോക്കാം. തേനേയം വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാ വർത്തതേ ഹരേ സേവനാത് ശ്രവണാത് പാഠാത് ദർശനാത് പാപനാശിനി. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കുമൊക്കെ നമ്മളെ വിട്ട് നമ്മുടെ ഭഗവാൻ പോയി എന്ന് പറയുമ്പോൾ തോന്നുന്ന ഒരു വിഷമം, ഒരു ദുഃഖം, അതില്ലാതെയാക്കാൻ ഉള്ള അല്ലെങ്കിൽ ആ ദുഃഖത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഇവിടെ പറയുകയാണ്. അത് അർത്ഥമില്ലാത്തവയാണ് ആ ദുഃഖം. കാരണം തേനേയം വാഗ്മയീ മൂർത്തി, തേനേയം, തേന ഇയം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തേനേയം. ചില ബുക്കുകളിൽ നമുക്ക് പാഠഭേദം കാണാം. തേനേ യാ വാഗ്മയീ മൂർത്തി എന്നും കാണാം. രണ്ടും അർത്ഥം പറഞ്ഞു വരുമ്പോൾ ഒന്ന് തന്നെയാണ്. തേനേയം എന്ന് പറഞ്ഞാൽ, തേന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, തേനേയം എന്ന് പറഞ്ഞാൽ തേന ഇയമാണ്. തേന യാ ആണെങ്കിൽ തേന അതുകൊണ്ട്, യാ എന്നാൽ യാതൊരു എന്ന് അർത്ഥം വരാം. തേനേയമാണെങ്കിൽ ഇയം എന്നാൽ ഈ എന്നർത്ഥം. അതുകൊണ്ട് ഈ വാങ്മയീ മൂർത്തി, വാഗ്മയീ മൂർത്തിയായിട്ടുള്ള അഥവാ ഈ വാക്കുകളുടെ രൂപത്തിൽ ഇവിടെ കുടികൊള്ളുന്ന ഈ മൂർത്തിഭാവം പ്രത്യക്ഷ വർത്തതേ ഹരേ, പ്രത്യക്ഷത്തിൽ വർത്തതേ വർത്തിക്കുന്നു, ഹരേ എന്ന് പറഞ്ഞാൽ ആ ശ്രീഹരി ഭഗവാൻ ഈ ഭാഗവത സമുദ്രത്തിൽ ലയിച്ചു എന്ന് പറയുമ്പോൾ, തൻ്റെ ചൈതന്യത്തെ ലയിപ്പിച്ചിട്ട് സ്വധാമത്തിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ, ഈ ഭാഗവത ഗ്രന്ഥത്തിലെ ഓരോ വാക്കിലും ഭഗവാന്റെ ആ ചൈതന്യം കുടികൊള്ളുന്നു. ഭഗവാൻ തന്നെ വാക്സ്വരൂപിയായിട്ട് വാക്കിൻ്റെ രൂപത്തിൽ മൂർത്തിഭാവം കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായി ഈ ഭാഗവതത്തിൽ കുടിയിരിക്കുന്നു. അഥവാ ഈ വാക്കുകളായി നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ഭാഗവത ഗ്രന്ഥത്തിലെ ഓരോ അക്ഷരവും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, അക്ഷരാണാമകാരോസ്മി, അകാരത്തിൽ തുടങ്ങുന്ന ആ അക്ഷരമാല. അതിലെ ഏതക്ഷരം എടുത്താലും തുടക്കം മാത്രമല്ല, തുടക്കം മുതൽ ഇങ്ങോട്ട് ആ ആദിയായിട്ടുള്ള അക്ഷരങ്ങളെല്ലാം തന്നെയും ഭഗവാനാണ്. ഇവിടെ ഈ ഭാഗവതത്തിൽ അങ്ങനെയുള്ള ആ ഓരോ വാക്കിലും ഓരോ അക്ഷരങ്ങളും ചേർന്നിരിക്കുന്ന ഓരോ അക്ഷരക്കൂട്ടത്തിലും ഓരോ പദത്തിലും ഭഗവാനെ അവിടുന്ന് പ്രത്യക്ഷഭാവത്തിൽ തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് കുടിയിരിക്കുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഭഗവാൻ അങ്ങനെ വർത്തിക്കുകയാണ് ഈ ഭാഗവത ഗ്രന്ഥത്തിലെ ഓരോ പദത്തിലൂടെയും. അതുകൊണ്ട് സേവനാത് ശ്രവണാത് പാഠാത് ദർശനാത് പാപനാശിനി. സേവനാത് എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ സേവിക്കുന്നതിലൂടെയും. ഇവിടെ സേവനാശ്രവണാത്, അപ്പോൾ സേവനാത് ശ്രവണാത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സേവനാശ്രവണാത്. സേവനാത് സേവ ചെയ്യുന്നതിലൂടെയും, ശ്രവണാത് ഈ ഭാഗവത കഥ കേൾക്കുന്നതിലൂടെയും ശ്രവണം ചെയ്യുന്നതിലൂടെയും, പാഠാത് ദർശനാത്, പാഠാത് ദർശനാത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പാഠാത് ദർശനാത്. പാഠാത് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിലൂടെയും, ദർശനാത് ദർശിക്കുന്നതിലൂടെയും. ഈ ഭാഗവതം ഒന്ന് കാണുന്നത് പോലും പുണ്യമാണ്. അത് പഠിക്കുന്നതായാലും വേണ്ട ഭാഗവത കഥ കേൾക്കുന്നതായാലും ഭഗവാനെ അവിടുത്തെ സേവ തന്നെയാണ്. ആ സേവയിലൂടെ ഭഗവാനെ പ്രത്യക്ഷത്തിൽ അവിടുന്ന് ഈ ഭാഗവത ഗ്രന്ഥത്തിലൂടെ ഇത് കയ്യിലെടുക്കുവാൻ, ഇതൊന്നറിയുവാൻ, ഇതൊന്ന് കേൾക്കുവാൻ ഉള്ള പുണ്യം സിദ്ധിച്ച എത്രയോ കോടി ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് ഓരോ സജ്ജനത്തിനും ഓരോ സുഹൃതിക്കും ഇതിലേക്ക് എത്തിച്ചേരാനാവുന്ന. അത് കേൾക്കുന്നത്, അത് കാണുന്നത്, അത് സ്പർശിക്കുന്നത്, അത് പഠിക്കുന്നത് എല്ലാം ഭഗവാനെ അത് കാണുന്നത് പോലും, ദർശനാത് അത് കാണുന്നത് പോലും ഭഗവാനെ അവിടുത്തെ
പ്രത്യക്ഷഭാവത്തിലുള്ള ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം പാപനാശിനി ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവയാണ്, ഇല്ലാതാക്കുന്നവയാണ്. അപ്പോൾ മുൻപ് പറഞ്ഞു, കോടി ജന്മകൃതം പുണ്യം ശ്രീമദ് ഭാഗവതം ലഭേത് എന്ന് ഇതേ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞു അല്ലേ. എത്രയോ കോടി ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് ഈ ഭാഗവത ഗ്രന്ഥം കിട്ടുന്നത് തന്നെ. അങ്ങനെ ഈ ഭാഗവത ഗ്രന്ഥം കയ്യിൽ കിട്ടി ഇതൊന്ന് കേൾക്കാനോ പഠിക്കാനോ ശ്രവിക്കാനോ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ജന്മങ്ങളിലൂടെ നമ്മൾ ഇതുവരെ ഇനിയും ബാക്കി എന്തൊക്കെ പാപങ്ങളുണ്ടോ നമ്മുടെ ഈ ഒരു ജീവൻ്റെ പ്രയാണത്തിൽ, ആ പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും അപ്പോൾ ഈ ഒരു ജന്മം കൊണ്ട് ഈ ഭാഗവതത്തെ സേവിക്കുക, ഭാഗവതത്തിലൂടെ നമ്മുടെ മുൻപിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ സേവിക്കുക. അതിന് തടസ്സമായി നിൽക്കാവുന്ന നമ്മുടെ പാപങ്ങളെയൊക്കെയും നശിപ്പിക്കുന്നതാണ് ഈ ഭാഗവത ഗ്രന്ഥം. കാരണം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി അല്ലേ. ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷ ഭാവത്തിൽ വന്ന് നിൽക്കുന്നത് ആരാണ്? ആ ഭഗവാൻ തന്നെയാണ് ഈ ഭാഗവത ഗ്രന്ഥ രൂപത്തിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗവതത്തിൽ വാഗ്മയീ മൂർത്തിയായി ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. ഭഗവാൻ ഈ ഇവിടം വിട്ട് എങ്ങും പോയിട്ടില്ല. അതോർത്ത് ഒരു സജ്ജനവും ദുഃഖിക്കേണ്ട. ഭഗവാൻ ഇവിടെ തന്നെയുണ്ട്. ഈ ഗ്രന്ഥരൂപത്തിലെ ഓരോ വാക്കായിട്ട്, ഓരോ വാഗ്മയീ മൂർത്തിയായിട്ട്, വാക് സ്വരൂപിയായ മൂർത്തിഭാവം പൂണ്ടുകൊണ്ട് ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ സേവിച്ചോളുക, പഠിച്ചോളുക, ശ്രവിച്ചോളുക, ദർശിച്ചോളുക. ഭഗവാൻ കൂടെ തന്നെയുണ്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തേനേയം വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാ വർത്തതേ ഹരേ സേവനാത് ശ്രവണാത് പാഠാത് ദർശനാത് പാപനാശിനി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂർത്തി അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ ഹരേ അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സേവനാശ്രവണാത് അത് ഛ്ര എന്നുള്ളത് കട്ടിയിൽ വായിക്കുക. അതേപോലെ പാഠാദർശനാത്, പാഠാത് ദർശനാതാണ്, പക്ഷേ ത ദ രണ്ടും കൂടി ചേർന്ന് പാഠാത് ദർശനാത്, ത പ്ലസ് ദ അത് കൂട്ടക്ഷരം ദായിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് പാഠാദർശനാത് ദ കട്ടിയിൽ വായിക്കുക. ഇനി അടുത്തത് 63-ാമത്തെ ശ്ലോകം. സപ്താഹശ്രവണം തേന സർവേഭ്യോപ്യധികം കൃതം സാധനാനി തിരസ്കൃത്യ കലൗ ധർമ്മോയമീരിത. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഈ ഒരു ഗ്രന്ഥത്തിൽ കുടിയിരിക്കുന്നത് കൊണ്ട് അതിലൂടെ ഭക്തർക്ക് കൊടുക്കുന്ന മറ്റൊരു അനുഗ്രഹം, പരീക്ഷിത്ത് മഹാരാജാവിന് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം പോലെ എന്താ, 7 ദിവസം കൊണ്ട് ആ ഭാഗവത കഥയെ മുഴുവനൊന്ന് ശ്രവിക്കാൻ കഴിഞ്ഞു പരീക്ഷിത്ത് മഹാരാജാവിന്. അങ്ങനെ ഭഗവാനിലേക്ക് ലയിക്കാനും കഴിഞ്ഞുവെങ്കിൽ തൻ്റെ ഭക്തർക്ക് ഭഗവാൻ പ്രത്യക്ഷഭാവത്തിൽ വന്നിരിക്കുന്ന ഈ ഭാഗവത ഗ്രന്ഥത്തിലൂടെ തൻ്റെ ഭക്തർക്കും ആ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. എന്താ പറയുകയാണ്, സപ്താഹശ്രവണം തേന, സപ്താഹശ്രവണം 7 ദിവസം കൊണ്ട് ഈ ഭാഗവത കഥയെ കേൾക്കാൻ കഴിയുക എന്നുള്ളത് തേന അതുകൊണ്ട്, അങ്ങനെ ആ ഒരു സപ്താഹത്തിലൂടെ കേൾക്കാൻ കഴിയുന്നത് സർവേഭ്യോപ്യധികം കൃതം, സർവേഭ്യഃ അപി അധികം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സർവേഭ്യോപ്യധികം കൃതം. സർവേഭ്യോപ്യധികം, സർവേഭ്യ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും, അധികം എന്ന് പറഞ്ഞാൽ കൂടുതൽ, എല്ലാത്തിലും കൂടുതൽ മികച്ചതായിട്ട് ശ്രേഷ്ഠമായിട്ട്, അതുകൊണ്ട് തന്നെ സപ്താഹശ്രവണത്തെ കരുതപ്പെടുന്നു. കൃതം, കൃതം എന്ന് പറഞ്ഞാൽ കരുതുന്നു. അപ്പോൾ സപ്താഹശ്രവണത്തെ അതുകൊണ്ട് തന്നെ മറ്റെല്ലാ സാധനാമാർഗങ്ങളെക്കാളും ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. സാധനാനി തിരസ്കൃത്യ കലൗ ധർമ്മോയമീരിതഃ. സാധനാനി
എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാധനങ്ങളെല്ലാം തന്നെയും തിരസ്കൃത്യ, അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട്, അതിനെയൊക്കെ അങ്ങോട്ട് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട്, കലൗ, ഈ കലിയുഗത്തിൽ ധർമ്മോയമീരിത, ധർമ്മ അയം ഈരിത, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ധർമ്മോയമീരിത. ഇയം എന്ന് പറഞ്ഞാൽ ഇത്, ഈ ഭാഗവത ഗ്രന്ഥം, ഈരിത എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നു. എന്താ? ധർമ്മം. ഏത് ധർമ്മം? ഈ ഭാഗവത ധർമ്മം അത്യന്തം ശ്രേഷ്ഠമാണ്, മറ്റെല്ലാ സാധനകളെക്കാളും ശ്രേഷ്ഠമാണ് ഈ ഭാഗവത ധർമ്മമെന്ന്. അതാണ് മറ്റെല്ലാ സാധനകളെയും തിരസ്കരിച്ചുകൊണ്ട്. നമുക്ക് പലതരത്തിലുള്ള സാധനകളുണ്ടല്ലേ, ജ്ഞാന യോഗത്തിലൂടെ, ജ്ഞാനമാർഗത്തിലൂടെ, തപോമാർഗത്തിലൂടെ, ഇങ്ങനെ പല പല മാർഗങ്ങളിലൂടെ പല സാധനകൾ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ, മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറയപ്പെട്ടിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ സാധനകളെക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ഈ ഭാഗവത ധർമ്മം. വെറും 7 ദിവസത്തെ ഭാഗവത കഥാശ്രവണം കൊണ്ട് തന്നെ നമുക്ക് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ, ആ മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗവത ധർമ്മം മറ്റെല്ലാ ധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠമാണെന്ന് ഈരിതഃ പറയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ജ്ഞാനികളാൽ പറയപ്പെട്ടിരിക്കുന്നു. ഇവിടെ സാക്ഷാൽ ശ്രീ വ്യാസഭഗവാൻ, അതേപോലെ വ്യാസഭഗവാനും അതേപോലെ സനകാദി മഹർഷിമാരാലുമാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാ ധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ഈ ഭാഗവത ധർമ്മമെന്ന്. മറ്റെല്ലാ യോഗസാധനകളെയും അതുകൊണ്ട് തന്നെ തിരസ്കരിച്ചുകൊണ്ടാണ് ഭാഗവത ധർമ്മത്തിൻ്റെ മഹത്വത്തെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് ഈ ഒരു ഭാഗവത കഥയെ ശ്രവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച പരീക്ഷിത് മഹാരാജാവ് കലിദോഷങ്ങളെ ഒരു തരത്തിൽ നോക്കിയ കലിദോഷം കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ശാപത്തിലേക്ക് എത്തിപ്പെട്ടത്. പെട്ടെന്നുണ്ടായ ഒരു കോപം, അല്ലേ, ആ ഒരു അവിവേകം, കോപത്താലുണ്ടായ ആ ഒരു അവിവേകം കൊണ്ടാണ്, അവിടെ ആ കോപം കൊണ്ട് അവിവേകമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെട്ട പരീക്ഷിത് മഹാരാജാവിന് പോലും ഈ കലിദോഷങ്ങളിൽ നിന്നൊക്കെ 7 ദിവസം കൊണ്ട് മുക്തി കിട്ടിയെങ്കിൽ, കലിയെ ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, കലിയെ ജയിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതിലൂടെയാണ്. അല്ലാതെ ഈ സംസാര സാഗരത്തിൽ നിൽക്കുമ്പോൾ ഈ കലിയുടെ പലതരത്തിലുള്ള ദോഷങ്ങളിൽ നമ്മളറിയാതെ പെട്ടുപോകുന്നുണ്ട്. അത് മനോവാകർമ്മങ്ങളിലൂടെ അവിവേകപരമായിട്ട് നമ്മുടെ ചിന്തകളായാലും മനസ്സായാലും ചരിക്കുന്നുണ്ട്. അപ്പോൾ ആ കലിദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിയത് എങ്ങനെ? അതേ കലിയുടെ പിടിയിൽ അകപ്പെട്ട് ഒരു അവിവേക കർമ്മം ചെയ്യാനിടയായിട്ടും ഭഗവാനെ 7 ദിവസം കൊണ്ട് ഈ ഭാഗവത കഥയെ കേട്ടുകൊണ്ട് കലിയെയും ജയിച്ച് ഭഗവാനിങ്കിലേക്ക് എത്തിച്ചേരാനായ പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ പറയുന്ന ഈ ഭാഗവത ഗ്രന്ഥം നമുക്കുമൊക്കെ 7 ദിവസം കൊണ്ട് പൂർണ്ണമായും മനസ്സർപ്പിച്ചിരുന്ന് കേൾക്കുവാൻ കഴിഞ്ഞാൽ അത് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും ഉത്തമമായ സാധനാമാർഗമായിട്ടാണ് ഇവിടെ പറയുന്നത്. മറ്റെല്ലാ സാധനകളെയും തിരസ്കരിച്ചുകൊണ്ട്, വകഞ്ഞു മാറ്റിക്കൊണ്ട് ശ്രേഷ്ഠമായ ഈ ഭാഗവത ധർമ്മം മുന്നേറുന്നുണ്ട് ആ മോക്ഷപദത്തിലേക്ക് തൻ്റെ ഭക്തരെ, ഭഗവത് ഭക്തരെ എത്തിക്കുന്നതിനായിക്കൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സപ്താഹശ്രവണം തേന സർവേഭ്യോപ്യധികം കൃതം. അധികം, ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും കൂടുതലായിട്ട് ആ മോക്ഷപദത്തിലേക്ക് എത്തിക്കുന്നതിൽ, ഭഗവത് ഭക്തരെ എത്തിക്കുന്നതിൽ ഈ ഭാഗവത ധർമ്മം മഹത്തായ ഒരു ധർമ്മമാണ് നിർവഹിക്കുന്ന. കാരണം ഭാഗവതം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതിനെ മുറുക്കെ പിടിച്ചാൽ, ചേർത്തു വെച്ചാൽ ഭഗവാനിലേക്ക് ഭഗവാൻ നമ്മളെ അങ്ങോട്ട് എടുക്കും. നമ്മൾ അതിനെ ചേർത്ത് വെച്ചാൽ, കാരണം ഭഗവാന്റെ സ്വരൂപം തന്നെയായിട്ടുള്ള ഈ ഭാഗവതത്തെ ചേർത്ത് വെച്ചാൽ നമ്മളെ ഭഗവാൻ തന്നോട് അങ്ങോട്ട് ചേർത്ത് വയ്ക്കും എന്നിവിടെ ഒരു ഉറപ്പ് തരികയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സപ്താഹശ്രവണം തേന സർവേഭ്യോപ്യധികം കൃതം സാധനാനി തിരസ്കൃത്യ കലൗ ധർമ്മോയമീരിത. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ:
സർവേഭ്യോപ്യധികം കൃതം. അവിടെ സർവേഭ്യോപ്യധികം, ആദ്യത്തേത് ഭായും രണ്ടാമത്തേത് പായുമാണ്. അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ സർവേഭ്യോപി അധികമാണ്, അതുകൊണ്ട് പ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക. ഇനി അടുത്തത് ധർമ്മോയമീരിത. അവിടെ ധർമ്മോയം, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഈരിത, അവിടെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ അത് വായിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് 64-ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.